الله وبركاته إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവി കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 കഴിഞ്ഞു. ഹബീബായ തങ്ങളുടെ മേൽ മദഹിന്റെ ഈരടികൾ കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടി തടിച്ചുകൂടിയ നമ്മൾ ഓരോരുത്തരെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ അകത്തളങ്ങളിലുള്ള ഹബീബായ തങ്ങളോടുള്ള സ്നേഹം നിർഗളിക്കേണ്ട നിമിഷമാണ്. മദഹിന്റെ ഇരടികൾ കേൾക്കുമ്പോൾ, മൗലിദിന്റെ സദസ്സുകൾ ഒരുങ്ങുമ്പോൾ, ഒരു ആശിഖായ മനസ്സിൽ, ഒരു ആശിഖിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഹബീബായ തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേൽ നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും, ഓരോ മദഹിന്റെ ഇരടികളും ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് മലായിക്കത്തുകൾ കൊണ്ടുചെന്ന് എത്തിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ തൃപ്തിപ്പെടുന്ന ഒരു സദസ്സാക്കി അല്ലാഹു ഈ സദസ്സിനെ മാറ്റി തരട്ടെ. അല്ലാഹു തആല ദുആഇന് ഇജാബത്തുള്ള നല്ലൊരു സദസ്സാക്കി ഈ സദസ്സിനെ മാറ്റി തരട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മൾ ഓരോരുത്തരുടെയും ഖൽബിനുള്ളിലെ മുറാദുകളെ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾ ഓരോ തവണ കേൾക്കുമ്പോഴും ആവേശത്തോടു കൂടി നിങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ മറക്കരുതേ എന്ന് ആമുഖമായി ഓർമ്മിക്കുകയാണ്. മറക്കുക? സ്വലാത്ത് ചൊല്ലൂലേ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. കാരണം ഹബീബായ തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരണമെന്ന അതിയായ മോഹത്തിന് പിറകിലാണ് നമ്മളൊക്കെ ഈ മദഹിന്റെ വേദികൾ ഒരുക്കുന്നതും കേൾവിക്കാരായി തൊട്ടു മുൻപിൽ ഇങ്ങനെ നമ്മുടെ സമയം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നതും. ആ ഹബീബായ തങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ അടുത്തുണ്ടാവുന്ന ആളുകൾ എന്ന റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയത് അക്സറുഹും അലയ്യ സ്വലാത്തൻ, ഹബീബിന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്ന ആളുകളാണെന്ന്. അത്തരത്തിലുള്ള സ്വലാത്തിനുള്ള അവസരങ്ങളാണിതെന്ന് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം നമുക്ക് മദീനയിലേക്ക് പോകാം, കുറച്ച് സമയം നമുക്ക് ഹബീബായ തങ്ങളെ ഓർമ്മിക്കാം, കുറച്ച് സമയം മദഹിന്റെ ഇരടികൾക്ക് വേണ്ടി നമ്മുടെ കാതുകളെ നമുക്ക് ഒരുക്കി നിർത്താം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൗലാ Bismillah.
काज़ा हुई सारे आफत टल गई। ഹൃദയമുണരാനോദിക്കുന്നതല്ലേ അരികെ വന്നാലും പൂരണം പൂവേ അതിലെ വിജയത്തിൽ കാരണമല്ലേ ആലോചനമില്ലേ ഹൃദയമുണരാനോദിക്കുന്നതല്ലേ സത്യ സൗഭാഗ്യല്ലേ മരതല്ലേ സ്നേഹമല്ലേ സ്വർഗീയ താരമല്ലേ എല്ലാവരല്ലേ വാചരല്ലേ മനസ്സിലെ സകലോകം അങ്ങേ ഉള്ളതല്ലേ അരികെ വന്നാലും പൂരണം പോവേ അതിനെ വിജയത്തിൽ കാരണമല്ലേ ആലോചനല്ലേ ഹൃദയമുണരാനോദിക്കുന്നതല്ലേ
അല്ലാ